ഈ ഡൽഹി തെരഞ്ഞെടുപ്പിനിടെ സുരേഷ് ഗോപിയുടെ ഒരു വിവാദ പരാമർശം ഉണ്ടായിരിക്കുകയാണ്. ഉന്നതകുല ജാതറായിരിക്കണം ഈ ആദിവാസി വിഭാഗത്തിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടതെന്ന്. ഇദ്ദേഹം ഇത്തരം തുടർച്ചയായ വിവാദങ്ങളിൽ പെടുന്നത് BJPക്ക് തലവേദനയായി മാറുമോ? എവിടെ അങ്ങനെ പറഞ്ഞാൽ എന്താ പ്രശ്നമുള്ളത്? അങ്ങനെ ചില വാക്കുകൾ ഉപയോഗിക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു പുതിയ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു അർത്ഥതലങ്ങളും തിരക്കാണ്, മനസ്സിലായിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് ഉന്നത കുലജാതൻ എന്നൊക്കെ മുമ്പ് പറഞ്ഞത് പോസിറ്റീവായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ അറ്റ്മോസ്ഫിയറിൽ അത് നെഗറ്റീവാണ്. വേറൊരു കാര്യം അദ്ദേഹം സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യം, ഞാൻ എന്താണ് ബ്രാഹ്മണനായി ജനിക്കേണ്ടി വരും, വലിയ രീതിയിൽ അപ്പം ഇതും ബ്രാഹ്മണനായി ഇരിക്കുകയെന്ന് വെച്ചാൽ ആ ബ്രാഹ്മണ്യം എന്നുള്ള ഗുണമാണ്. ബേസിക്കലി ബ്രാഹ്മണ്യം അതൊരു ഗുണമാണ് എന്നാണ് വിവക്ഷിക്കപ്പെടുന്നത്. അതിന് പല നമ്മുടെ ഗീതയും ധർമ്മശാസ്ത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ചിലപ്പോൾ ജാതിയക്കാര് ബന്ധങ്ങളൊക്കെ കാണാം. പക്ഷേ ബേസിക്കലി ഒരു ഗുണം എന്ന രീതിയിലാണത് സംവേദനം ചെയ്യപ്പെടുന്നത് വിവരമുള്ള ആളുകളുടെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ലോക്കലായി സംസാരിക്കുമ്പോൾ അത് ജാതിയായിട്ട് ബ്രാഹ്മണിസവുമായിട്ട് ബന്ധപ്പെട്ടില്ല. നമ്മൾ ഇസ്ലാം അല്ല, പക്ഷേ ഇസ്ലാമിസമാണ് പ്രശ്നം ഞാനൊക്കെ പറയുന്നത്. അതുപോലെ ബ്രാഹ്മണനല്ല പ്രശ്നം, ബ്രാഹ്മണിസം ഒരു പ്രശ്നമാണ്. അതിപ്പോൾ ബ്രാഹ്മണിസമായിട്ട് ബന്ധപ്പെട്ട ജാതിയുമായിട്ട് ബന്ധപ്പെട്ട ഉച്ചനീചത്വങ്ങൾ ഞാൻ മനസ്സിലാക്കി കിടത്തണം. RSSകാർ ഒരു അംഗീകരിക്കുന്നില്ല ഈ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട ഉച്ചനീചത്വങ്ങൾ. ഇപ്പോൾ ഞാൻ RSSകാരൊന്നും സംസാരിക്കാത്തതുകൊണ്ട് ഇപ്പം ലേറ്റസ്റ്റ് അവരുടെ സ്റ്റാൻഡ് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കി കിടത്തോളം അങ്ങനെയാണ്. അപ്പം അങ്ങേര് പറഞ്ഞതിൽ അതർവൈസ് അങ്ങേര് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. നമ്മളെന്തിനാണ് ഈ പറയുന്നത് പോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് നമ്മൾ വേണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സാകാത്ത ആളെയും നമ്മൾ വേണമെങ്കിൽ നിയമിക്കും. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിൽ നമുക്കിപ്പോൾ ഉള്ള 2 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ജലീലാണെങ്കിലും ബിന്ദുടീസാണെങ്കിലും അതെല്ലാം ആ പോർഷനിൽ വന്ന ആളുകളാണ്. അതെല്ലാം നന്നായി. എങ്കിൽ പോലും നമ്മൾ പൊതുവേ കാണുന്നതെന്ന് വെച്ചാൽ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശാസ്ത്രമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഹിന്ദി വാര്യരായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതാത് അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ദളിത് അല്ലെങ്കിൽ അത്തരം വകുപ്പുകൾ കൈകാര്യം ചെയ്യുക. ഉറപ്പായിട്ടും SC/ST വകുപ്പ് കഴിഞ്ഞ ഒരു ദളിത് വകുപ്പ് മന്ത്രി തന്നെ വേണമെന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? അതായത് ദളിത് വകുപ്പ് മന്ത്രി എന്ന് വെച്ചാൽ ദളിതനായിരിക്കണം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അത് ആര് കൈകാര്യം ചെയ്താലും അത് ഏറ്റവും നന്നായിട്ട് ആ സമൂഹത്തിന് അതിന് ഗുണം കിട്ടുന്ന രീതിയിലായിരിക്കണം. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അല്ല, അതിൽ ഈ ഉന്നത കുല ജാതർ ബ്രാഹ്മണനും നായിഡുവും എല്ലാം അതിലേക്ക് വരണമെന്ന് പറയുന്നതിലല്ലേ വിവാദം? അല്ല, അത് വരാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. ശരിയായ ജനാധിപത്യം എന്താണ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇത്തരം ഔട്ട് ഓഫ് ദ ബോക്സ് ആയി ചിന്തിക്കുകയും ബാരിയറുകൾ അതിർത്തികൾ മറികടക്കുമ്പോഴാണ്. ദേവസ്വം വകുപ്പ് മന്ത്രി നമ്മളെ നാട്ടിൽ എടുത്തേക്ക് പൊതുവെ എപ്പോഴും ഒരു നായരോ ഏവനായിരിക്കും. അതെന്താ ദളിതന് കൊടുത്താൽ അന്നങ്ങൾ കൊടുക്കാത്തത്? മറ്റേ കേന്ദ്രത്തിലാണ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റീരിയോ ടൈപ്പിംഗ് ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. നന്നായി പെർഫോം ചെയ്തപ്പോൾ പന്തള സുധാകരേട്ടനെ പോലുള്ള ഒരാൾ വളരെ നല്ല മിനിസ്റ്ററായിരുന്നു. എല്ലാവരെയും വളരെ അദ്ദേഹത്തെ ദേവസ്വം വകുപ്പ് കൊടുത്തെന്താ പ്രശ്നം? അദ്ദേഹത്തെ മുമ്പുണ്ടായിരുന്ന സമയത്ത് കൊടുത്ത് എനിക്ക് പട്ടികജാതി പട്ടിക വികസനം മറ്റു വകുപ്പുകൾ തൊഴിലോ അങ്ങനെ ഏതോ വകുപ്പൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ പൊടിക്കുന്ന സുരേഷ് ദേവസ്വം വകുപ്പ് കൊടുത്തെന്താ പ്രശ്നം? അപ്പോൾ സുരേഷ് ഗോപി അല്ല, അത് ഈ ഇന്നത്തെ ദിവസം അതും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം നിലവിലെ മന്ത്രിക്ക് ദേവസ്വം കൊടുത്തിട്ടില്ല, കേളുവിന്. കാരണം രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ഒരു വകുപ്പ് അല്ല, രാധാകൃഷ്ണൻ ആ വകുപ്പ് കൈകാര്യം ചെയ്തത് നല്ല കാര്യമാണ്. ഞാനത് വളരെ പോസിറ്റീവാണ്. ആ ദേവസ്വം വകുപ്പ് അവർ അങ്ങനെ വരാറില്ല പൊതുവെ. പക്ഷേ ഇപ്പം കേളു പുതിയ ദേവസ്വം എന്ന് വെച്ചാൽ ഏറ്റവും തലവേദന പിടിച്ചൊരു വകുപ്പാണ്. പല കാരണങ്ങളുണ്ട്, ഞാൻ ഇന്നത്ത് പോകുന്നില്ല. അപ്പോൾ അത് കേളുവിനെ പോലെ പാവം മനുഷ്യൻ പുതിയ ആൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സങ്കീർണത ഉണ്ടാവും. അതിൻ്റെ പ്രശ്നം അപ്പോൾ അതുകൊണ്ടാണത്. അതർവൈസ് നല്ല തീരുമാനമാണ്. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് നമ്മളെപ്പോഴും നമ്മളെ തലത്തിൽ നിന്ന് സുരേഷ് ഗോപിനെ കാണുന്നതാണ് പ്രശ്നം. അദ്ദേഹം വേറൊരു തരം കുറച്ചുകൂടി ഉയർന്ന തരത്തിൽ കാര്യങ്ങൾ കാണുന്ന ഒരാളാണ്, കുറച്ചുകൂടി മെച്ചുവറായ ജനാധിപത്യത്തെ കാണുന്ന ആളാണ്. പക്ഷേ പ്രശ്നം ഇതാണ്, നമ്മുടെ സമൂഹത്തിൽ ഈ വന്നിട്ടുള്ള കുറേ ഇത്തരം മാറ്റങ്ങൾ ഇതിൽ വലിയ നാട്ടുകാർ ഗുണമുണ്ടാകുന്ന മാറ്റമൊന്നുമല്ല, ഒരു ഫാഷനബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ. അത്തരം മാറ്റങ്ങൾ അദ്ദേഹം ഈ കുറച്ച് സിനിമയുടെ തിരക്കും രാഷ്ട്രീയ തിരക്കും കാര്യം വേണ്ട ഇത് മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. മനസ്സിലാക്കുന്നതിനും പരാജയപ്പെട്ടു. അല്ലെങ്കിൽ മമ്മൂക്കാദ്യം പോലെ ലാൽസാറിനെയൊക്കെ പോലെ അധികം സംസാരിക്കാതിരിക്കും, അവരധികം സംസാരിക്കില്ല. ഇതിപ്പോൾ രാഷ്ട്രീയത്തിലുണ്ട്, പൊതുവേ അദ്ദേഹം സംസാരിക്കുന്ന ആളാണ്, അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ ഉന്നത കുല ജാതൻ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചതിനെ തന്നെ നിങ്ങൾ എന്തിനാണ് ഈ ബൗണ്ടറികൾ ആളുകൾ നിർത്തുന്നത്? എന്നിട്ട് ഇതിനെ പ്രതികരിക്കാൻ വന്ന ആളുകൾ നിങ്ങൾ നോക്കുക. പ്രതികരിക്കാൻ വന്ന നല്ലൊരു പങ്കുള്ളിൽ നല്ല ജാതി ചിന്തയായിട്ട് നടക്കുന്ന ആളുകളാണ്. നല്ല ജാതി എനിക്ക് അതായിട്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അല്ലേ, ഇടതുപക്ഷം ആ വാക്കിൽ പിടിച്ചു തൂങ്ങുന്നതാണ്.
ഇടതുപക്ഷം ആ ഒരു പോയിന്റിന് എതിരാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പം അതുകൊണ്ടല്ലേ ഈ മാമൂലികളെ മറികടന്നുകൊണ്ട് ഈ പറയുന്ന ദേവസ്വം വകുപ്പുകാരെ കൊടുത്തിരുന്നത്. അപ്പം പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളോട് അദ്ദേഹം ഒരു പ്രശ്നമാണ്. കാരണം ഉന്നത കുലജാതം എന്നൊക്കെ പറയുമ്പോൾ അവർ പൊതുവെ ഉന്നത ജന്മിത്വം കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വാക്കായിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ അദ്ദേഹം അത് വളരെ ജനീന ഈ അർത്ഥത്തിൽ പറഞ്ഞു. അല്ലാതെ അങ്ങനെ ആ ഒരു ചിന്താഗതി വെച്ച് വളർത്താൻ സുരേഷ് ഗോപി പറ്റിയത്. അതിന് ജനാധിപത്യവും എം എ ഇംഗ്ലീഷും നല്ല സാമൂഹ്യ ബോധമുള്ള ആൾ. അതായത് ആകപ്പാടെ പറ്റിയൊരു പ്രശ്നം വെച്ചാൽ ഏകലവ്യന് ശേഷം കേരളത്തിൻ്റെ വന്നിട്ട് കുറേ മാറ്റങ്ങളുണ്ട്. അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം ഇപ്പം നമ്മുടെയൊക്കെ ജനറേഷൻ വന്നു. അപ്പോൾ അവരൊക്കെ ചില വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥത്തിന് ചില മാറ്റങ്ങളുണ്ട്. അത് അദ്ദേഹം മനസ്സിലാക്കാതെ പോയിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയിട്ട് എന്താണ് മനസ്സിലാക്കി നമ്മൾ ആ രീതിയിൽ അതിനെ കാണുകയാണ് വേണ്ടത്. അല്ലാതെ വെറുതെ സുരേഷ് ഗോപി ഒരു ഇങ്ങനെ ഇത് വാക്കിനെ പിടിച്ച് അദ്ദേഹം CPI സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെടുന്നത് നരേന്ദ്രമോദി അടിയന്തരമായി ഇടപെട്ട് സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. അങ്ങേര് പറഞ്ഞതിനനുസരിച്ച് നിൽക്കില്ല നരേന്ദ്രമോദി. സോണിയാന്തിനെ മൈൻഡ് ചെയ്യുന്നില്ല, പിന്നെ ഇയാളെ മൈൻഡ് ചെയ്യുന്നു. അത് RSSന്റെ ഒരു പോളിസി കൂടിയാണ്. RSS ഈ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകൾ RSS എതിരാണ് ജാതിയുടെ പേരിലുള്ള. അപ്പം നിങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദളിതർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് അഡ്വക്കേറ്റ് ജയശങ്കർ പറയും. അദ്ദേഹത്തിന് ഈ കേരള ഹിസ്റ്ററിയിൽ നമ്മളെക്കാട്ടും പൊളിറ്റിക്കൽ ഹിസ്റ്ററി ധാരണയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ടോക്സ് ഞാൻ നിരന്തരം കേൾക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഏറ്റവും കൂടുതൽ ദളിതർക്ക് ഗുണം ചെയ്തിട്ടുള്ള ആളാരറിയും കെ കരുണാകരനാണ്. അങ്ങനെ മാരാരല്ലേ, സവർണനല്ലേ, ഈ ഉന്നത കുലജാതനല്ലേ. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് അതാത് വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകൾ വരുമ്പോൾ അവർക്ക് പല ആളുകളെയും പ്രതികാരവും ഈഗോയും പണ്ട് മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ തീർക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നതാണ്. അത് അവർ മാത്രമല്ല, ദേവസ്വം വകുപ്പ് ഇങ്ങനെ ഒരു ഉന്നതന് കൊടുത്ത് സോക്കോൾഡ് ഉന്നത കുലജാതന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് മുമ്പ് ഈ ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും. ശബരിമലയിൽ പോകുമ്പോൾ അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടാവും. അല്ലാതെ ഇത്തരം പരാമർശങ്ങൾ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടി ഉണ്ടാകുമോ? കാരണം ഈ തൃശ്ശൂരിൽ വിജയിക്കുമെന്ന് മനോരമ ഉൾപ്പെടെയുള്ള സർവേകൾ സുരേഷ് ഗോപി പരാജയപ്പെടുമെന്ന് പറയുമ്പോഴും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് കൃത്യമായി പറഞ്ഞ സാറാണ്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഇത്തരം പരാമർശങ്ങളും വിവാദങ്ങളും അദ്ദേഹത്തെ മുൻപോട്ടുള്ള വഴിയിൽ വേട്ടയാടുമോ? അദ്ദേഹത്തെ വേട്ടയാടുന്നത് അദ്ദേഹത്തിന് ആളുകൾക്ക് അറിയാമെന്നുള്ളതാണ്. അദ്ദേഹത്തിനായിട്ട് എന്താ ഇപ്പോൾ തൃശ്ശൂർക്കാരൊക്കെ മണ്ടന്മാരൊന്നുമല്ല. ഈ മണ്ടന്മാർ അവർക്ക് അദ്ദേഹത്തിന് വോട്ടും ചെയ്തിട്ടില്ല. അപ്പോൾ ഗോപി ആശാനെയൊക്കെ പോലുള്ള ആളുകൾ, അദ്ദേഹത്തെ മകനെ പോലുള്ള ആളുകൾ, ഇവരൊക്കെയാണ് ലീസ് ഹോൾഡ്. അവർ അദ്ദേഹത്തിനെതിരായിരുന്നല്ലോ. അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് സാധാരണ നസ്രാണി കച്ചവടക്കാർ, നസ്രാണി NRI, ഈഴവ കച്ചവടക്കാരൻ, സാധാരണ ഈഴവൻ, കുറച്ച് മുസ്ലിം സ്ത്രീകൾ, പിന്നെ നായേഴ്സ്, സാധാ നായരും ഉയർന്ന നായരും, ഇവരൊക്കെയാണ് അദ്ദേഹത്തെ വോട്ട് ചെയ്തത്. ഞാനിതൊക്കെ മനസ്സിലാക്കി അദ്ദേഹം ജയിക്കുമെന്ന് തോന്നുന്നത്. അത് രാജീവ് ചന്ദ്രശേഖർ ഇതുപോലെ ജയിക്കേണ്ടതായിരുന്നു. RSS ഉള്ളിൽ നിന്ന് പണിയെടുത്തു. അത് നമുക്കറിയില്ല അവർ പണിയെടുക്കുന്നത്. കാരണം കേരളത്തിലെ എല്ലാ സർവേകളും സുരേഷ് ഗോപി തൃശ്ശൂരിൽ പരാജയപ്പെടുമെന്ന് പറഞ്ഞു. അതെനിക്ക് പലപ്പോഴും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയ സർവേ തോന്നിയിട്ടുണ്ട്. തൃശ്ശൂരിലെ BJPക്കാരും വന്നിട്ടുണ്ട്. എന്നോട് പലപ്പോഴും BJP അനുഭാവികൾ പലരും വന്നായിരുന്നു. കാരണം അവരുടെ ആ വട്ടം മാത്രമേ കാണുന്നുള്ളൂ. നമുക്ക് സമഗ്രമായി പല രീതിയിലും ഫീഡ്ബാക്ക് കിട്ടുമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട് ആളുകളുടെ സൈക്കോളജി എങ്ങനെ പോകും. അതാണ് ചോദ്യം. അങ്ങനെ നിരന്തര വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു അദ്ദേഹത്തിന് ഒരു നെഗറ്റീവായി മാറും. പോസിറ്റീവാണ്. സഖാവ് പിണറായി വിജയൻ ഇന്നത്തെ മുഖ്യമന്ത്രിയായത് അങ്ങനെ ഈ വിവാദങ്ങളിലൂടെയാണ്. പിണറായി വിജയൻ എന്നുള്ള വ്യക്തി അദ്ദേഹം എന്താ റിയലാണ്. ആ റിയലായിട്ടുള്ള പിണറായി വിജയൻ ആളുകൾക്ക് വിശ്വാസമുണ്ട്. എന്തിനും പോകുന്നവൻ. നരേന്ദ്രമോദി ഇങ്ങനെ ആയത് എങ്ങനെയാണ്? നരേന്ദ്രമോദി റിയലാണ്. നരേന്ദ്രമോദി അതൊരിക്കലും ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുപോലെ സുരേഷ് ഗോപി ഇതാണ്. അപ്പം ജെന്യുവനായിട്ട് നിൽക്കുന്ന ആളുകൾക്കൊരു ബഹുമാനമുണ്ട്. പിന്നെ ഇവർക്കൊക്കെ ഇങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്നല്ലാതെ ആളുകൾക്ക് അത് മനസ്സിലാവും. പിന്നെ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെപ്പോലെ ചില ആളുകളെ പറഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാക്കിക്കോളും. ബേസിക്കലി സുരേഷ് ഗോപിക്ക് അടി കിട്ടുക ആളുകൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഡെവലപ്മെൻറ്റൊക്കെ. അത് കുറേ അദ്ദേഹം ചെയ്യുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ അദ്ദേഹത്തിനുണ്ട്. അത് ഓരോന്നായി ട്രാക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളെ ഗൾഫിലൊക്കെ കൂടിയ ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതൊക്കെ ആളുകൾ ഹാപ്പിയാണ്. സോഫ ഇനിയും കുറച്ചുകൂടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. 4 വർഷം കൂടി കയ്യിലുണ്ട്. അതിനിടയ്ക്ക് അദ്ദേഹം അതൊക്കെ ചെയ്താൽ മതി. ബാക്കി വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ആനുവൽ പാർട്ടികൾ പറയുന്നതിനനുസരിച്ചിട്ട് തുള്ളാൻ നിൽക്കില്ല അമിത്ഷാ മോഡിയോട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും അമർത്തുക.